പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 17. പ്രധാന വാർത്തകൾ. കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി മൊബൈലുകളിൽ വീണ്ടും ജാഗ്രതാ സന്ദേശമെത്തി. അപ്രതീക്ഷിതമായി എത്തിയ സന്ദേശം പെട്ടെന്ന് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കി. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മൊബൈലിലൂടെ മുന്നറിയിപ്പ് നൽകുന്നതിന് ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന മെസ്സേജിംഗ് സംവിധാനമാണിത്. അറബിക്, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു ഭാഷകളിലാണ് പലർക്കും ഫോണുകളിൽ സന്ദേശം ലഭിച്ചത്. മഴ സമയങ്ങളിലും വാദികൾ നിറഞ്ഞൊഴുകുമ്പോഴും വാദി മുറിച്ചു കടക്കരുതെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. വാദിയിൽ ഇറങ്ങുകയോ വാഹനം ഇറക്കുകയോ ചെയ്യരുത്. കുട്ടികൾ വാദികളിൽ ഇറങ്ങുന്നില്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുകയും വേണം. നിയമം ലംഘിക്കുന്നവർക്ക് 500 റിയാൽ പിഴയും 3 മാസം വരെ തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. ACC പ്രീമിയർ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിലെ 3-ാം മത്സരത്തിൽ UAE-യെ തകർത്ത് ഒമാൻ. 14 പന്തുകൾ ബാക്കി നിൽക്കെ 9 വിക്കറ്റിനാണ് ചെമ്പട വിജയം സ്വന്തമാക്കിയത്. ആമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ മഴ കാരണം 15 ഓവറായി കുറച്ചിരുന്നു. ടോസ് നേടിയ ഒമാൻ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത UAE നിശ്ചിത 15 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 142 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഒമാൻ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 12 ഓവറിൽ വിജയ റൺ കുറിച്ചു. കശ്യപ് പ്രജാപതി 38 പന്തിൽ 53 റൺസ് എടുത്തു. ഇന്ന് കുവൈത്തിനെതിരെയാണ് ഒമാന്റെ അടുത്ത മത്സരം. ഏപ്രിൽ 19 സെമി പോരാട്ടങ്ങളും 20 ഫൈനലും ആമിറാത്തിലെ ഗ്രൗണ്ടിൽ നടക്കും. ഗവർണറേറ്റുകളിൽ പെയ്ത മഴയെ തുടർന്ന് കുത്തിയൊലിച്ച വാദികളിൽ കുടുങ്ങിയ നിരവധി പേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തി. വാഹനങ്ങളുമായി വാദിയിലകപ്പെട്ടവരെയും ഇന്നലെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി. സുഹാർ, ലിവ, ഷിനാസ്, സമദ് അൽഷാൻ, ആദം, ഇബ്രാമന, ഖസബ്, മഹൂത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് നിരവധി പേരെ രക്ഷപ്പെടുത്തിയത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. രാമനവമി പ്രമാണിച്ച് ഇന്ന് മസ്കത്ത് ഇന്ത്യൻ എംബസി അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടിയന്തര സേവനങ്ങൾക്ക് 24 മണിക്കൂറും ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ പ്രസ്താവനയിൽ പറഞ്ഞു. ഒമാനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും തുടർന്നുണ്ടായ അപകടങ്ങളിലും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ മരണപ്പെട്ട സംഭവത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ദുഃഖം രേഖപ്പെടുത്തി. സംഭവമേറെ വേദനിപ്പിക്കുന്നുവെന്നും മരണപ്പെട്ടവരുടെ കുടുംബത്തിൻ്റെയും ഒമാനി ജനതയുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാഷാ ദേശങ്ങൾ നോക്കാതെ മനുഷ്യർ പരസ്പരം ചേർന്നു നിൽക്കണമെന്നും അധികൃതരുമായി സഹകരിച്ച് ആവശ്യമായ ഇടങ്ങളിൽ സഹായമെത്തിക്കാൻ മുഴുവൻ സന്നദ്ധ പ്രവർത്തകരോടും ICF വളണ്ടിയർമാരോടും കാന്തപുരം ആഹ്വാനം ചെയ്തു. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയാനും ടെലിഫോൺ സംഭാഷണം നടത്തി. മേഖലയിലെ സമീപകാല സൈനിക നീക്കങ്ങളെക്കുറിച്ചും സംഘർഷം കുറയ്ക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. ഗസ മുനമ്പിലെ ഇസ്രായേൽ ആക്രമണം എങ്ങനെ തടയാമെന്നും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള രാഷ്ട്രീയ പരിഹാരങ്ങളെക്കുറിച്ചും ചർച്ചയിൽ ഉയർന്നുവന്നു. കനത്ത കാറ്റിലും മഴയിലും പ്രളയത്തിലും അകപ്പെട്ട 100 കണക്കിന് പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിതമാക്കി ഒമാന്റെ സുരക്ഷാ വിഭാഗങ്ങൾ. കുത്തിയൊലിക്കുന്ന വാദിയിൽ അകപ്പെട്ടവരെ ഹെലികോപ്റ്ററിലെത്തി റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം രക്ഷപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ രക്ഷാപ്രവർത്തന ദൃശ്യങ്ങൾ ഇന്നലെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വീടുകളിൽ കുടുങ്ങിയ 46 പേരെയാണ് ഷിനാസിൽ മാത്രം രക്ഷപ്പെടുത്തിയത്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ഉൾപ്പെടെ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. സ്വന്തം ജീവന്റെയും സ്വത്തിന്റെയും രക്ഷയ്ക്കായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലയിൽ കഴിയുന്ന പൗരന്മാരും താമസക്കാരും എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്ന് സിവിൽ ഡിഫൻസ് വെബ്സൈറ്റിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അറിയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ബോട്ടുകൾ, വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റ് നിരവധി ഉപകരണങ്ങൾ എന്നിവ സംവിധാനിച്ചിട്ടുണ്ട്. മഴവെള്ളത്തിലും ഒഴുക്കിലും പെടുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഇത്തരം ഒരുക്കങ്ങൾ നടത്തുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കാണാതായവരെ കണ്ടെത്തുന്നതിനായി മുന്നറിയിപ്പും രക്ഷാദൗത്യവും നിർവഹിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്.
അസ്ഥിര കാലാവസ്ഥയെ തുടർന്ന് ധോഫാർ, അൽ വുസ്ത ഗവർണറേറ്റുകളിലൊഴികെ രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എല്ലാ പൊതു സ്വകാര്യ അന്തർദേശീയ സ്കൂളുകളും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അവധി നൽകിയിരുന്നു. കനത്ത മഴയിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്നും അപകട മേഖലകളിൽ നിന്നും 800-ലധികം ആളുകളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയതായി നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു. 195 പ്രവാസികളെയും 617 സ്വദേശികളെയുമാണ് വിവിധ ഗവർണറേറ്റുകളിലായി പ്രവർത്തിക്കുന്ന 14 ഷെൽട്ടറുകളിലേക്ക് സുരക്ഷിതമായി മാറ്റിയത്. പ്രളയ ഭീഷണിയുള്ള മേഖലകളിൽ നിന്നെല്ലാം സുരക്ഷാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ആളുകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നുണ്ട്. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസ പൊതുപരീക്ഷയിൽ ഒമാനിൽ 100 മേനി ജയം. 5, 7, 10, 12 ക്ലാസുകളിലെ പൊതുപരീക്ഷാ ഫലം ICF ഇന്റർനാഷണൽ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ആറ്റക്കോയ തങ്ങൾ പ്രഖ്യാപിച്ചു. ഒമാനിൽ നിർത്താതെ പെയ്ത് പേമാരി. മഴയെ തുടർന്ന് മരണപ്പെട്ടവരുടെ എണ്ണം 18ആയി ഉയർന്നു. മുദൈബി വിലായത്തിലെ ഷുറൈഖ പ്രദേശത്ത് കാണാതായ 4 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി കാണാതായ നിരവധി പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇന്നും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ്. തലസ്ഥാനത്തുൾപ്പെടെ ഇന്നലെയും വിവിധ വിലായത്തുകളിൽ മഴ ശക്തമായിരുന്നു. മസ്കത്തിൽ രാത്രിയോടെ ശക്തമായ മഴ ലഭിച്ചു. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. മഴ ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം താപനിലയിൽ പ്രകടമായ കുറവ് വന്നിട്ടുണ്ട്. ലിവ, യങ്കൽ, ഷിനാസ്, ജഅലാൻ, ബനി ബു അലി, ഇസ്കി, നിസ്വ, സമാഇൽ, വാദി അൽ ജിസി, റൂവി, വാദി കബീർ, മഹ്ദ, സുഹാർ, മഹൂത്ത്, മസീറ, ദൽകൂത്ത്, ബുറൈമി, ഇബ്ര, മുദൈബി, അൽ ഖാബിൽ, സൂർ, ബഹ്ല, ഹൈമ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇന്നലെ ശക്തമായ മഴ ലഭിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ ആലിപ്പഴവർഷവുമുണ്ടായി. ശക്തമായ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ വാദികൾ നിറഞ്ഞു കവിഞ്ഞു. വാദികൾ നിറഞ്ഞു കവിഞ്ഞതോടെ വിവിധ ഭാഗങ്ങളിലെ റോഡുകളിൽ ചിലതിൽ വെള്ളം കയറി. ചിലയിടങ്ങളിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും കാര്യമായ അത്യാഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേഘം മൂടിയതോടെ പ്രധാന റോഡുകളിൽ കാഴ്ചപരിധി കുറവായിരുന്നു. അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് വാഹനങ്ങൾ വേഗത കുറച്ചാണ് ഇത്തരം സ്ഥലങ്ങളിൽ ആളുകൾ വാഹനം ഓടിച്ചത്. ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശക്തമായ കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരിക്കും മഴ പെയ്യുക. ആലിപ്പഴം വർഷിച്ചേക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. മഴ സമയങ്ങളിൽ പാലിക്കേണ്ട മുൻകരുതലുകൾ, നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അസ്ഥിര കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മുവാസലാത്ത് ഇന്റർസിറ്റി സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്നലെ മുതലാണ് നഗരങ്ങൾക്കിടയിലെ സർവീസുകൾ നിർത്തിവെച്ചത്. സർവീസുകൾ പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും വെബ്സൈറ്റ് വഴിയും ഔദ്യോഗിക അറിയിപ്പ് നൽകുമെന്നും ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.